നമസ്കാരം. ശുക്രമഹാദശാകാലത്ത് ശുക്രൻ അനിഷ്ടനായാൽ ഉണ്ടാകാവുന്ന അനുഭവങ്ങൾ. പലർക്കും ശുക്രന് നല്ലൊരു കാലമാണ്, ശുക്രദശയാണ്, അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവും എന്ന് വിചാരിച്ച് എല്ലാവരും മിണ്ടാതെ കൈകെട്ടിയിരിക്കാറുണ്ട്. ശുക്രമഹാദശാകാലത്ത് ശുക്രൻ അനിഷ്ടനായാൽ, ഗുണമുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട, പല ഗുണങ്ങളും കിട്ടാം. ശുക്രൻ അനിഷ്ടനായാൽ പലരും ജാതകമായിട്ട് വരുമ്പോൾ 8-10 വർഷം നഷ്ടപ്പെട്ട് വന്ന് തിരിച്ചു വന്ന സമയത്ത് 20 വർഷമാണ് ശുക്രദശാകാലം. 20 വർഷത്തിൽ 10 വർഷം കഴിഞ്ഞിട്ട് ഒന്നുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ട് വരുന്നവരോട് നോക്കുമ്പോൾ ശുക്രദശാകാലം മഹാദശാകാലം അനിഷ്ടപ്രദനായിരുന്നു. അതുകൊണ്ട് അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശുക്രൻ അനിഷ്ടനാകുമ്പോൾ, ശുക്രൻ മോശത്തിലായി കഴിഞ്ഞാൽ, ശുക്രന് പാപഗ്രഹത്തിന്റെ ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ സാധാരണ സംഭവിക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ, മൊത്തത്തിൽ വ്യക്തിയുടെ മനസ്സിന്റെ സന്തുലിതാവസ്ഥ തന്നെ നഷ്ടപ്പെടും. കാരണം സുഖവും ദുഃഖവും രാത്രിയും പകലും ഒക്കെ ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയുന്നവനായിരിക്കണം. ആ മനസ്സിന് സന്തുലിതാവസ്ഥ ഉണ്ടാവണം. ഇവിടെ അതല്ല, മറിച്ച് രാത്രി ഉറക്കമില്ലാതെയും പകല് ഉറക്കം വരും. പിന്നെ മനസ്സിൽ സന്തോഷവും ദുഃഖവും ഒന്നുമില്ല, എപ്പോഴും ദുഃഖം മാത്രമേ ഉണ്ടാവുള്ളൂ. വിഷാദ രോഗത്തിന് അടിമപ്പെടും, ഡിപ്രഷൻ വന്നു ചേരും. ശരിക്കും പറഞ്ഞാൽ ശുക്രൻ അനിഷ്ടത്തിലായാൽ വലിയ പ്രശ്നം വരുന്നതാണ് മനസ്സിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുക. സാമൂഹ്യ കേന്ദ്രമാകേണ്ട മനസ്സ്, സമൂഹത്തിലേക്ക് ശക്തി ചെലുത്തി നമ്മൾ ഇറങ്ങി ചെല്ലേണ്ടതായ നമ്മുടെ മനസ്സ്, അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരിക. മനസ്സിന് ഡിപ്രഷൻ ബാധിക്കാം. അത് ഞാനെന്ന ഭാവം വളരെ കൂടുതലാവും, പക്ഷെ ഒന്നിട്ട് നടക്കുകയില്ല. ഇന്ദ്രിയ പ്രധാനവും ശരീര സൗഖ്യവും മാത്രമാണ് സർവപ്രധാനമെന്ന ചിന്ത വളരും. ഇന്ദ്രിയ പ്രധാനം, അതായത് എന്ത് കണ്ടാലും സുഖത്തിനോട് മാത്രം ഒരു ആസക്തി ഉണ്ടാവുക. എന്ത് കാണുമ്പോഴും അത് തനിക്ക് മാത്രം സുഖിക്കാനുള്ളതാണ്, താൻ അതിനോട് സുഖത്തിന്റെ പുറകെ പോവുക. ആത്മീയതയൊന്നും അടുത്തുകൂടെ പോലും പോയിട്ടുണ്ടാവില്ല. പാമ്പിൻ ചുരുൾ ഉറക്കത്തിൽ കാറ്റത്ത് തലയണയായിട്ട് കരുതുന്നത് പോലെ പാമ്പ് ഇങ്ങനെ ചുരുള് ചുറ്റി 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 ഇങ്ങനെ കിടക്കുമ്പോൾ ഇത് തലണയാണെന്നും പറഞ്ഞ് പാമ്പിനെടുത്ത് തലയ്ക്ക് വയ്ക്കും. പാമ്പിനെടുത്ത് തലയ്ക്ക് വെച്ച് എന്ത് പറ്റും? പാമ്പ് ഉണർന്ന് പാമ്പിന് തല വെച്ച് കിടന്നുറങ്ങുമ്പോൾ വേദന എടുത്താൽ പാമ്പ് ഒരു കുത്തും കുത്തിയിട്ട് പോകും. എന്ന പോലെ ആ അവസ്ഥയാണ് ശുക്രൻ അനിഷ്ടത്തിലായാൽ സംഭവിക്കുന്നത്. കാണുന്നതിനെയൊക്കെ എടുത്ത് തലയിൽ, ലൗകിക സുഖമാണെന്ന് കരുതി എല്ലാത്തിനും എടുത്ത് തലയിലേക്ക് കയറ്റും. ഭൗതിക സുഖത്തിനും ലൗകിക സുഖത്തിനും വേണ്ടി പണം മുടക്കാനോ ഇല്ലാത്ത പണം കടം വാങ്ങിച്ച് മുടക്കാനോ ഒന്നും ഇവർ മെനക്കെടാറുണ്ട്. അങ്ങനെ ഇതിലും വലിയ അപകടം സംഭവിക്കാനുണ്ട്. പാമ്പിനെ പിടിച്ച് തലയിൽ വെച്ച് കഴിഞ്ഞാൽ തലയണ മര്യാദയ്ക്ക് ഒരു തലയണ എടുത്ത് വെക്കുന്നതിന് പകരം അത് കുഴപ്പമില്ല, അത് മതി എന്നുള്ള രീതിയിൽ, അത് അത്രയ്ക്ക് അപകടം വിളിച്ചു വരുത്തുന്നതാണ് ശുക്രൻ അനിഷ്ടപ്രദനായാൽ. കണ്ടതിലെല്ലാം ചെന്ന് ചാടി നമ്മുടെ ധനവും സമ്പത്തും ഒക്കെ, നമ്മുടെ എന്താ പറയാ, മനുഷ്യന്റെ ആ പവർ പോലും നഷ്ടപ്പെട്ടു പോകും. ശുക്രൻ അനിഷ്ടപ്രദനായാൽ ശനി, ചൊവ്വ, കേതു, രാഹു ഇവരെക്കാളൊക്കെ ദുഷ്ടനായി മാറും എന്നുള്ളതാണ്. ജാതകൻ ഈ സമയത്ത് വിഷാദ രോഗത്തിന് അടിമയാകും. അവസാനം എല്ലാം നഷ്ടപ്പെട്ട് തീരുമ്പോൾ ജാതകൻ എന്താവും? വിഷാദ രോഗത്തിന് അടിമയാകും. പെട്ടെന്ന് വികാര വിധേയനാകും. എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും കരച്ചിൽ, സങ്കടം, വിഷമം, ദേഷ്യമൊക്കെ വരും. ജീവിത പങ്കാളിയെ സംശയിക്കേണ്ട സാഹചര്യങ്ങൾ വരാം. പല കാര്യത്തിലും ജീവിത പങ്കാളിയുമായിട്ട് സംശയവും കലഹവും ഒക്കെ വന്നു ചേരാം. ചീട്ടുകളി, വാതുവയ്ക്കല്, മദ്യപാനം, കൂട്ടുകെട്ട് ഇതെല്ലാം വന്നു ചേരാം. അങ്ങനെ സമ്പത്ത് തുലയ്ക്കും. അനാവശ്യ കാര്യങ്ങൾക്ക് ധൂർത്ത് കാണിക്കും. വേണ്ടതിനൊന്നും ധൂർത്തുണ്ടാവില്ല, അനാവശ്യ കാര്യങ്ങൾക്ക് ധൂർത്ത് കാണിക്കും. സാമ്പത്തികമായ അച്ചടക്കം നഷ്ടമാകും. സാമ്പത്തികമായിട്ട് ഒരു അച്ചടക്കം ഉണ്ടാവില്ല. അച്ചടക്കം ഒന്നുമില്ലാതെ പണമൊക്കെ വാരി എറിഞ്ഞ് നഷ്ടപ്പെട്ട് നശിച്ചു കഴിയുമ്പോഴായിരിക്കും ചിന്തിക്കാനുള്ള ബോധം ഉണ്ടാവുക. ഏകാഗ്രത ഉണ്ടാവില്ല, ഏകാഗ്രത നഷ്ടപ്പെടും. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ ഉണ്ടാവുന്നത് ഏകാഗ്രതയാണ്, അതുണ്ടാവില്ല. പ്രയോറിറ്റി നിശ്ചയം, പണ്ട് മാനേജ്മെന്റ് സ്റ്റഡീസിൽ പറയുന്നുണ്ട്, പ്രയോറിറ്റി നിശ്ചയിച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനെന്ന്. പ്രയോറിറ്റി നിശ്ചയിക്കാതെ നമ്മളൊരു കാര്യം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏത് ചെയ്യണമെന്നറിയാതെ എല്ലാ കാര്യവും ഒരുമിച്ച് ചെയ്യുകയൊക്കെ കൂടെ അവസാനം നശിച്ചു പോകും. എന്ന പോലെ പ്രയോറിറ്റി നിശ്ചയിക്കാൻ സാധിക്കാതെ വരും ഈ ശുക്രൻ അനിഷ്ടപ്രദനായ ഒരു ജാതകന്. ആള് മർത്തവും വിലയേറിയ മനുഷ്യ സമയം, ഏറ്റവും കൂടുതൽ സമ്പത്ത് കുറച്ചൊക്കെ പോയാലും നമുക്ക് എങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം. മനുഷ്യന്റെ വിലയേറിയ ആരോഗ്യവും സമയവും പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാം. ഇവിടെ ശുക്രൻ അനിഷ്ടപ്രദനായ ഒരു മനുഷ്യന് ഇത് 2-3 നഷ്ടപ്പെടും. വിലയേറിയ സമയവും ആളുടെ ആ ലേബർ ഇതും, പിന്നെ സമ്പത്തും നഷ്ടപ്പെടും. കോഴിമുട്ടയ്ക്ക് ക്ഷൗരം ചെയ്യുക എന്ന് പറയുന്ന അവസ്ഥ. പണ്ട് പഴമക്കാർ പറയാറ് കോഴിമുട്ടയ്ക്ക് ക്ഷൗരം ചെയ്തവൻ സമയം കളയാണെന്ന്. കാരണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, പഴമൊഴിയാണോ എന്ന് എനിക്കറിയില്ല. കോഴിമുട്ടയ്ക്ക് ക്ഷൗരം ചെയ്യാം, കോഴിമുട്ട ക്ഷൗരം ചെയ്യേണ്ട കാര്യമില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സാധനം, അതിന് ക്ഷൗരം ചെയ്ത് സമയം കളയും. അതുപോലെയാണ് ശുക്രൻ അനിഷ്ടപ്രദനായ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ. 0 ആയിരിക്കാം, വട്ടപൂജ്യമായിരിക്കാം. ദുശീലങ്ങൾക്ക് പെട്ടെന്ന് അയാൾ അടിമപ്പെടും. നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തി ഇങ്ങനെയുള്ളവർ ചെയ്യേണ്ടത്, ശുക്രനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശുക്ര പൂജ നടത്താം, ശുക്ര യന്ത്രം ധരിക്കാം, ശുക്രന് വേണ്ടിയിട്ട് നവഗ്രഹ പൂജ നടത്തി ശുക്ര ഭഗവാന് വഴിപാടുകൾ നടത്തുക എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ. ശുക്ര സ്തോത്രങ്ങൾ ജപിക്കാം. ശുക്രനെ പ്രീതിപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം നമ്മൾ ചെയ്യുക. ശുക്രൻ അനിഷ്ടനായാൽ നഷ്ടപ്പെടാവുന്നത് ഒരു ആയുസ് മുഴുവൻ നമ്മൾ പണിയെടുത്ത സമ്പത്ത് നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വരാം ശുക്രൻ അനിഷ്ടനായാൽ. അപ്പൊ അതുകൊണ്ട് ശുക്രനെ നവഗ്രഹ പൂജ നടത്തി ശുക്രനെ പ്രീതിപ്പെടുത്തി
ഉൾപ്പെടുത്തി ശുക്രന് കൊടുക്കേണ്ട വസ്തുക്കൾ ദാനം ചെയ്യുക, ശുക്ര പൂജ നടത്തുക, ശുക്രന് വഴിപാടുകൾ സ്തോത്രങ്ങളൊക്കെ ജപിച്ച് നമുക്ക് ശുക്രപ്രീതി വരുത്താൻ നോക്കാം.